ഹലോ. ഇപ്പോൾ ഈ SIR അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ട് വളരെ ആശങ്കയിലാണ് കുറേ പേരെങ്കിലും. അതിൻ്റെ പേരിൽ 2002 പേരില്ല എന്നുള്ളതിൻ്റെ കാരണം കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നവരുണ്ട്, ആത്മഹത്യ ചെയ്തവരുണ്ട്. അതുപോലെയുള്ള ഒരുപാട് പ്രശ്നത്തിലും പ്രതിസന്ധിയിലും മാനസികാവസ്ഥയൊക്കെ ഇങ്ങനെ തകരാറിലായ ഒരു സാഹചര്യമാണ്. സത്യത്തിൽ ഇത് അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമേ വരുന്നില്ല. കാരണം ഏത് നിലയ്ക്ക് വെച്ച് നോക്കിയാലും രണ്ട് രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ വിഭജിക്കാം. ഒന്ന്, 2002 ഒരാൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വരും. ഇനി അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളുടെയൊക്കെ പേര് അതുവഴി വരാൻ സാധ്യതയുണ്ട്. എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ 2002 വോട്ട് ചെയ്തു. ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ വോട്ട് സമയമാണ്, പേര് ചേർത്ത് വോട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഗൾഫിൽ പോയി. പിന്നെ അടുത്ത ഇലക്ഷൻ ഞാൻ വന്ന് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ എങ്കിൽ തന്നെ പേര് വന്ന് അന്ന് 2002 3ഉം 4ഉം വയസ്സുള്ള എൻ്റെ മക്കളെ പേര് പോലും ഇപ്പോൾ അവരുടെ പേരിൽ പോലും ഇതിൻ്റെ ഫോം കിട്ടി. അത് ഫില്ല് ചെയ്ത് കൊടുത്ത്. ഇനി അവിടുത്തെ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങനെ ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ, പലരും ചിലപ്പോൾ വോട്ട് ചെയ്യാത്തവരുണ്ട്. അവരുടെ ആശങ്കയ്ക്ക് യാതൊരു വിധത്തിലുള്ള അവകാശമല്ല. കാരണം ഇനി വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നു, അപ്പോൾ പേര് ചേർക്കാം. ഇതുവരെ വോട്ട് ചെയ്യാത്തവരുണ്ട്, ചേർക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അതിനകത്തും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതൊരു ആശങ്കയുടെ ഒരു വിഷയമേ അല്ല. അത് അങ്ങനെ ഗവൺമെൻറ് തീരുമാനിച്ച് അതങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ച് ഈ ഭൂമിയിൽ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ച് ജീവിച്ച മനുഷ്യരെ ഒന്നും പുറന്തള്ളാനുള്ള അവകാശം ആർക്കുമില്ല. അതവർ പറയുന്നുമില്ല. ശരി, ഇനി എവിടാണ് ആരെങ്കിലുമൊക്കെ വല്ല അന്യ സംസ്ഥാനത്ത് നിന്നൊക്കെ ഇവിടെ കയറി, സംസ്ഥാനമല്ല, അന്യ രാജ്യത്തുനിന്ന് കുടിയേറി പാർത്തിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാനൊക്കെ ഒരു ഉപാധി എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് ഒരു കാര്യവും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും നടക്കില്ല. കാരണം ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശമാണ്. അതിനകത്ത് സുപ്രീം കോടതിക്ക് മേലെയാണ് ജനാധിപത്യം, ജനങ്ങളുടെ അധികാര അവകാശവും. അതിനെ ഹനിക്കാൻ യാതൊരു വിധത്തിലുള്ള നിയമത്തിനും കഴിയുകയില്ല. അപ്പോൾ ഇത് വെറുതെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. പേരുകൾ ഇനി അടുത്ത വകുപ്പുകൾ, അടുത്ത സെക്ഷനായിട്ട് വരുന്നുണ്ട്, പേരില്ലാത്തവരെ പേര് ചേർക്കാൻ. തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്ന രേഖകൾ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കാം. അത് ഗവൺമെൻറ് നിലപാട്, അങ്ങനെ അങ്ങ് പോട്ടെ. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഭയവിഹ്വലരായിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേർക്കേണ്ടത് ചേർക്കാം. ഇനി മറ്റൊരു വശം എന്താണ്? ഈ ഭൂമിയിലുള്ള സകല സ്വത്ത് വകകളും എല്ലാവിധത്തിലുള്ള സമ്പത്തുകളും അധികാരങ്ങളും ഒക്കെയും തികച്ചും ആരാണോ ഇത് സൃഷ്ടിച്ച ആ പ്രപഞ്ച സൃഷ്ടാവിൻ്റെയാണ്, അല്ലാതെ അല്ല. കുറേ നാൾ ഓരോരുത്തർക്കും ഒരു അധികാരം കിട്ടുന്നു, അവരതിനെ ഉപയോഗിക്കുന്നു. കാലാകാലം അവർക്ക് പറ്റില്ല, അവരുടെ സമയം വരുമ്പോൾ അവർ പോകുന്നു, അത് കൈമാറുന്നു. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആർക്കും കുത്തകമായിട്ടൊരു അവകാശം ഈ ഭൂമിയുടെ മേളില്ല. ഒരു സമ്പത്തിനുമില്ല, ഒരു അധികാരത്തിനുമില്ല, ഒന്നിനുമില്ല. അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് സൃഷ്ടാവിൻ്റെ ഒരു സംവിധാനം. ഇനി ഏറ്റവും കൂടുതൽ ജനദ്രോഹം ഉള്ള ഈ അധികാരത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യനെ, ഒരു അധികാരി ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ധർമ്മം ചെയ്യണം, അവർക്ക് നല്ല നിലയ്ക്കുള്ള നിർഭയത്വം കൊടുക്കണം. ഇതൊക്കെ ഒരു അധികാരിക്ക് ഏറ്റവും കൂടുതൽ പ്രപഞ്ച സൃഷ്ടാവ് നിർദ്ദേശിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ വഴി അത് ഒരുപാട് വചനങ്ങളുണ്ട്. അപ്പം ഏത് തന്നെ പാർട്ടി ആവട്ടെ, ആരോ ആകട്ടെ, ഭരിക്കുന്നവർ, അവർ ജനങ്ങൾക്ക് നിർഭയത്വം കൊടുത്താൽ അവർ അള്ളാഹു താങ്ങി നിർത്തും, അവർക്കും ഇവിടെ നിലനിൽപ്പ് കൊടുക്കുമെന്നാണ് പറയുന്നത്. ശരി, അതിനെ തെറ്റിച്ചുകൊണ്ടാണ് ഒരു സ്വേച്ഛാധിപതി ഒരുപാട് പേരുടെ പതനം നമ്മൾ കണ്ടതാണ്. ഒന്ന്, ഏറ്റവും കൂടുതൽ മനുഷ്യനെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഫിറൗൺ. ഫിറൗൺ എന്ന് പറയുന്നവൻ ഇന്നും ഈജിപ്തിൽ നമ്മി പാർക്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി, ആ ദുഷ്ടന്റെ ബോഡി ഇന്നും ഒരു കുഴപ്പവും വരാതെ പടച്ചതമ്പുരാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കടലിൽ വർഷങ്ങളോളം, ആയിരക്കണക്കിന് വർഷങ്ങളോളം സൂക്ഷിച്ച് അതിനൊരു കേടുപാടും പറ്റാതെ കിട്ടി. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പതനം? അദ്ദേഹത്തിൻ്റെ കൂട്ടരുടെയും, മൂസാ നബിയെയും അതുപോലുള്ള അനുയായികളെയും മറ്റുള്ള മനുഷ്യർ, അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലും അദ്ദേഹത്തിന് അനുസരിച്ച് അദ്ദേഹത്തെ സുജൂദ് ചെയ്ത്, അഥവാ അദ്ദേഹത്തെ ദൈവമായിട്ട് കണ്ട് ജീവിച്ചിട്ടില്ലാത്ത മുഴു മനുഷ്യരും അദ്ദേഹത്തിൻ്റെ ശത്രുവാണ്. അദ്ദേഹം ദൈവമായിട്ട് അംഗീകരിക്കണം, എല്ലാമായിട്ട് അംഗീകരിക്കണം, അദ്ദേഹം പറയുന്നത് കേട്ടോണം. അങ്ങനെ അല്ലാത്തവരെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശത്രുവായിട്ട് കണക്കാക്കി. അങ്ങനെ എന്ത് ചെയ്ത് ആ പ്രവാചകനെ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രബോധനത്തിന് വിട്ട മൂസാ നബി അനുയായികളെയും അദ്ദേഹത്തെ അനുസരിക്കാത്ത മുഴുവൻ പേര് ഇദ്ദേഹം കൊന്നൊടുക്കുകയും ക്രൂരത അഴിച്ചുവിടുകയും ചെയ്തു. അവസാനം എന്ത് ചെയ്തു? മൂസാ നബി എടുത്തിങ്ങ് അവിടുന്ന് പാരായണം ചെയ്യാൻ പറഞ്ഞു. ആ മൂസാ നബി കടലിനടുത്ത് വന്നപ്പോൾ, ആ കടലിനടുത്ത് വന്നു നിന്നുകൊണ്ടും കൂടെ വന്നവർക്ക് ഭയങ്കര ആശങ്കയായിരുന്നു. ഫിറൗണും പടയാളികളും മുമ്പിലതായത് കടൽ, എങ്ങനെ രക്ഷപ്പെടും മൂസ? അപ്പം മൂസാ നബി പറഞ്ഞത്, ഭയക്കണ്ട, നമുക്ക് അള്ളാഹു ഉണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശം, ആ കടലിൽ
വടികൊണ്ടടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കടൽ വടികൊണ്ടടിച്ച് കടൽ രണ്ടായിട്ട് മാറി. മൂസാ നബി കടന്നു. ഇത് യാഥാർത്ഥ്യ സംഭവങ്ങളാണ്. അത് ഇസ്രായേലിയരുടെ ചരിത്രങ്ങൾ പറയുന്നിടത്ത് അവിടെ കാണാൻ, ജൂത ചരിത്രങ്ങൾ പറയുന്നിടത്ത് കാണാൻ കഴിയും. അപ്പൊ ഇനി എന്താണ് കടന്നു? ഈ ഫിറഔനും കൂട്ടരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മുഴുവൻ ആൾക്കാരും ദുഷ്ടന്മാരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും എന്ത് ചെയ്ത് മൂസാ നബിയെ പിടിക്കാൻ പിന്തുടർന്ന് കടലിലിറങ്ങി. മൂസാ നബിയും കൂട്ടരും അപ്പുറം ചെന്ന് കര കയറി ആ സമുദായത്തെ മൊത്തം അവന്റെ ആൾക്കാരെ മുഴുവൻ അല്ലാഹു ആ കടൽ മൂടി നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ടോ അവന്റെയും ചില ബോഡികളും ഇന്ന് ആ പാർക്കില് പിന്നെ ഈജിപ്തിൽ കാണാൻ കഴിയും, മ്യൂസിയത്തില് ഇദ്ദേഹത്തിന്റെ ബോഡി. അങ്ങനെ ദുഷ്ടന്മാരെ ഒന്നും ഒരു പരിധി വരെ ഒന്ന് അയച്ചു വിടത്തതേ ഉള്ളൂ. ജനങ്ങൾക്ക് അവരുടെ മാനസിക വേദനയും രാഗും പീഡിതന്റെ പ്രാർത്ഥനയൊക്കെ ദൈവം സ്വീകരിക്കാൻ യാതൊരു സംശയമില്ല. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു കാലത്തും ഒരു ദുഷ്ടന്മാരും ജനദ്രോഹികളും ഈ സമൂഹത്തിൽ, ഈ ലോകത്ത് വാഴ്ന്നിട്ടില്ല ഒരു പരിധി വരെയുള്ള. അത് കഴിഞ്ഞ് അവരുടെ പതനം ഭയാനകമായിരിക്കും. ഇന്ന് ഏതൊരു കൂട്ടരാണോ അതിനു വേണ്ടി, ഇനി ലൂത്ത് നബിയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്, എടുത്താൽ തന്നെയും ഒരു വിഭാഗങ്ങൾ മറ്റുള്ള മനുഷ്യർക്ക് നാശമായിട്ട് മാറി അവർക്ക് ഒരു നിലയ്ക്കും പ്രയാസങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു അവർ മറ്റു മനുഷ്യർക്ക്. അവരുടെ സ്ഥിതി എന്താണ്? എല്ലാത്തിനെയും പടച്ചവരെ നശിപ്പിച്ചു കളഞ്ഞു. ഒരു പരിധി വരെ കിടന്ന് എന്തൊക്കെ കാണിച്ചു. അതുപോലെ നൂഹ് നബിയുടെ സമുദായം, ആ സമുദായത്തെ മുഴുവനും ഇതേ കണക്ക് നശിപ്പിച്ച ചരിത്രവും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഒരിക്കലും അഹങ്കാരികളെ ഇവിടെ വെച്ച് വാഴിക്കില്ല, ഒരു പരിധിയുണ്ട്. ഇനിയിപ്പോ നോക്ക്, ഇസ്രായേൽ സമുദായത്തിന്റെ ചരിത്രം തന്നെ എടുക്കാം. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ അതിനകത്ത് ഭയങ്കര ആശങ്ക, കൊല്ലുന്നതും മരിക്കുന്നതിനകത്ത് വിഷമവും ഖേദവും ഉണ്ടെങ്കിലും അവർക്കൊരു സമാധാനമുണ്ട്. എന്താണ്? പ്രപഞ്ച സൃഷ്ടാവ് ജൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ചും അവരെ പതനത്തെക്കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. ഇവന്മാരെ അന്ത്യം എങ്ങനെയാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. ഇവന്മാരെ തീർത്ത് മൊത്തത്തിൽ ഈ ഭൂമിയുടെ മേളിൽ നിന്ന് ഒരുത്തൻ പോലും ഇല്ലാതെ ഇവരെ തുടച്ച് നീക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് ലോകത്ത് അഹങ്കാരികളാണ്. അവരെ പോലെ ഫിറൗനെയൊക്കെ കഴിഞ്ഞാൽ ഇവരെ പോലെ അഹങ്കാരികൾ വേറെ ഇല്ല. അതിനേക്കാളും വലിയ അഹങ്കാരികളാണ്. അതുകൊണ്ട് അവരെ തുടച്ചു നീക്കും, അവർ ഈ ഭൂമിയുടെ മേളിൽ ഉണ്ടാവില്ല എന്ന്. അതിന് തീർച്ചയായിട്ടും അതിന് ദൈവം പല വഴികളെ കുറിച്ച് പറഞ്ഞും തന്ന് അതിന് കടന്നു വരും, ഇവനെ ഒതുക്കും എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇവന്റെ ഉപദ്രവത്തിൽ മരിക്കുന്ന വിശ്വാസികൾക്ക് സ്വർഗമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ഒരു കൊച്ചു കുഞ്ഞിന് പോലും ആശങ്കയില്ല. അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളില്ല ഈ സംഭവിക്കുന്നില്ല. അവര് വിഷമമുണ്ട്, പീഡനത്തിനെല്ലാം അവർ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതിനെല്ലാം ഗുണമുണ്ടാവും എന്ന് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. അത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. ഇനി ആരൊക്കെ വന്നിട്ടുണ്ടോ അവന്റെയൊക്കെ പതനങ്ങള് വളരെ എളുപ്പത്തിൽ പടച്ചതമ്പുരാൻ അവരെ പിടിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ SIR എന്ന് പറഞ്ഞ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ആരും വേവലാതിപ്പെടേണ്ട. ഏതായാലും മുസ്ലിങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ആശങ്കയൊന്നുമില്ല. അവര് ഭയത്താലൊന്നും കഴിയുന്നില്ല. അവരുടെ ആത്യന്തിക ലക്ഷ്യം പരലോകമാണെന്ന് അറിയാം. അതുകൊണ്ട് ഇവിടെ ഇന്നോ നാളെ പോകേണ്ടവരാണെന്നും അറിയാം. അത് മൊടിയും പോണം, വിശായും പോണം, നമ്മളും പോണം, എല്ലാവരും പോണം. അധികാരങ്ങളൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ തെറിക്കും, യാതൊരു സംശയമില്ല. പുതിയ ആൾക്കാർ, തലമുറകൾ കടന്നു വരും, വ്യവസ്ഥകൾ മാറും, അഹങ്കാരികൾ പതനത്തിലേക്ക് പോകും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ രൂപരേഖകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ അനുസരിച്ച് നീങ്ങുക. എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ആരും പേരില്ലെന്ന് വിചാരിച്ച് പേടിക്കേണ്ടതില്ല. വളരെ നല്ല നിലയ്ക്ക് അതിനെ കണ്ടുകൊണ്ട് വളരെ വിശ്വാസപരമായിട്ടും ആ ഭൗതികവും ആത്മീയമായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ എടുത്തു നോക്കിയാൽ ഒരു പ്രശ്നവുമില്ല. ധൈര്യമായിട്ട് നീങ്ങാം. അതിന്റെ പേരിൽ ആരും ആശങ്കപ്പെടുകയോ ആത്മഹത്യക്ക് ശ്രമിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് വേറെ വിപത്താണ്. അതിനെക്കുറിച്ച് വേറെ സംസാരിക്കേണ്ടതാണ്.